അങ്ങനെ എടുക്കുക. അതായത് രണ്ടാമത്തെ സ്കന്ധം ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടു പരീക്ഷയ്ക്ക് അവിടെ ചോദിക്കുകയുണ്ടായി, എന്താണ് മരണപ്പെട്ടിരിക്കുന്ന ഒരാളെ എന്ത് പറയണം, എന്ത് കേൾക്കണം, എന്ത് ചെയ്യണം എന്നുള്ള 5 കാര്യങ്ങളെ ചോദിച്ചു. യഥാ വിപരീയം, എന്താണ് പിന്നെ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് രണ്ടാമത്തെ സ്കന്ധത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിൻ്റെ ലക്ഷണം പറയുകയുണ്ടായി, അധികാരി സ്കന്ധം. അപ്പോൾ ഇവിടെ അധികാരി എന്നും പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ, പക്ഷേ കൂടുതലും പറയുന്നത് നിവൃത്തി ലക്ഷണം എന്നാണ് പറയുക. കാരണം ഇവിടെയാണ് ചതുശ്ലോകി ഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ നിവൃത്തി മാർഗത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഈ ഭാഗവതം. അത് 4 ശ്ലോകങ്ങളിലായിട്ട് എൻ്റെ ഒടുവിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ചോദ്യം കേട്ടപ്പോൾ ശിവബ്രഹ്മർഷി അവിടെ പറയുന്നത് തന്നെ വലിയ അന്വേഷതേ കൃഷ്ണ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ ചോദിച്ച ചോദ്യം. കാരണം അത് ബ്രഹ്മവിത് സമ്മതം, ആത്മവിത് സമ്മതം, അതായത് ആത്മജ്ഞാനികൾക്ക് ഏറ്റവും സമ്മതമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരുണ്ടാകണമല്ലോ. അവിടെ സത്യം പരം ധീമതി എന്ന് പറയുമ്പോൾ പരമമായ സത്യം എന്ന് പറയുമ്പോൾ അല്ലാത്ത സത്യം ഉണ്ടാവണം. അതുകൊണ്ടാണ് എന്തേ പരമമായ സത്യം എന്ന് അവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞു ആത്മവിത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ലാതെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ അല്ലാത്തവർക്ക് എന്താ സംഭവിക്കുന്നത്? അതായത് ഗ്രഹമേഖനാണ് ഈ ഗ്രഹസ്ഥാശ്രമികളായിട്ട് അതിൽ ആസക്തരായിട്ട് കഴിയുന്നവർക്ക് രാത്രിയിലെ ഉറക്കം, നിദ്ര, മൈഥുനം എന്നിവയിൽ കഴിഞ്ഞു പോകും. ആയുഷിന്റെ പകുതി രാത്രി, പകുതി പകലുമാണല്ലോ. അപ്പൊ ഈ പകൽ സമയങ്ങളിൽ പുത്രദാനം